മുതലപ്പുഴയിൽ കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി തെരച്ചിൽ നടത്തുന്നതിൽ വീഴ്ച എന്ന പരാതിക്കിടെ തെരച്ചിലിന്റെ വീഡിയോ പുറത്തുവിട്ട് ഫിഷറീസ് വകുപ്പിന്റെ പ്രതിരോധം. രാവിലെ 7:40 തന്നെ മറൈൻ ആംബുലൻസ് പുറപ്പെട്ടു എന്നാണ് അവകാശവാദം. എന്നാൽ സ്കൂബ ടീം എത്താത്തതിനാൽ സ്വന്തം നിലയ്ക്കാണ് മത്സ്യത്തൊഴിലാളികൾ തിരച്ചിലിന് ഇറങ്ങിയത്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുകയാണ്. ഹാൻസ്, വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കം ഇന്നലെ തന്നെ ഇത്തരത്തിൽ ഫിഷറീസ് വകുപ്പ് നടത്തുന്നത് കാണാമായിരുന്നു. ഇപ്പോഴും ഈ വിഷയം നേരിട്ട് അവിടെയുള്ള ബന്ധുക്കൾക്ക് പോലും ബോധിപ്പിക്കാത്ത തരത്തിലാണ് ഈ തെരച്ചിൽ ഇപ്പോൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ 3 പേർ പോയി തെരച്ചിൽ നടത്തേണ്ട ഒരു സാഹചര്യം വന്നത്. ഇപ്പോഴും ഞങ്ങൾ തെരച്ചിൽ തുടങ്ങി എന്ന തരത്തിലാണ് ഈ മറൈൻ വിഭാഗത്തിന്റെ ഒരു നീക്കം. അത് രുചിഷ, ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള വാദം തന്നെയാണ് ഫിഷറീസ് വകുപ്പ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം സമാനമായിട്ടുള്ള രീതിയിലുള്ള തെരച്ചിലുകൾ നടത്തിയിരുന്നത് പറഞ്ഞിരുന്നെങ്കിൽ അത് കാര്യക്ഷമമല്ല എന്നുള്ള ആരോപണമായിരുന്നു ഈ ഷിജിൻ്റെ കുടുംബാംഗങ്ങളും അതിനോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളും ഉന്നയിച്ചത്. അതിന് പിന്നാലെയാണ് മന്ത്രി CP ജോൺ ഈ സംഭവ സ്ഥലത്തെത്തുകയും മുതലപ്പുഴയിലെത്തുകയും കുടുംബാംഗങ്ങളോടും മത്സ്യത്തൊഴിലാളികളോടും ചർച്ച നടത്തിയതിനു ശേഷം സമഗ്രമായ തെരച്ചിൽ ഷിജിനു വേണ്ടി ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 5:45 മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ തെരച്ചിൽ ആരംഭിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചത്. പക്ഷേ അതേ സമയം തുടരാൻ ഇരുന്ന ഈ മത്സ്യത്തൊഴിലാളികളുമായിട്ടുള്ള തിരച്ചിൽ ഇതുവരെയും തുടങ്ങിയിട്ടില്ല. അതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഈ സ്കൂബ ടീം എത്താത്തതിനെ തുടർന്നാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ നേരിട്ട് ഈ കടലിൽ തിരച്ചിലിനായി ഇറങ്ങിയിട്ടുള്ളത്. അതിനിടയിലാണ് ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു വിശദീകരണം വന്നിരിക്കുന്നത്. രാവിലെ 7:40 വിഴിഞ്ഞത്ത് നിന്ന് മുതലപ്പുഴയിലേക്ക് ഇത്തരത്തിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഫിഷറീസ് വകുപ്പ് പറയുന്നത്. നിരവധി ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അതിനോടൊപ്പം തന്നെ കോസ്റ്റൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ഗാർഡുമാരുണ്ട്. അവരുടെ വിപുലമായ ഒരു സംഘമാണ് ഈ തിരച്ചിലിനായി ഇറങ്ങിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഫിഷറീസ് വകുപ്പ് അറിയിക്കുന്നത്. സമാനമായി തന്നെ ഈ കൊല്ലത്ത് കാണാതായ യുവാവിന് വേണ്ടിയിട്ടും ഇത്തരത്തിൽ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഫിഷറീസ് വകുപ്പ് പറയുന്നത്. രുചീഷ്.